Assalamualaikum dear friends, welcome back to Shamys Karwad. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് ചെറുപയർ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് 1/4 കപ്പ് പച്ചരി. ഈ നമ്മൾ കുതിർക്കാൻ വെക്കുമ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് വേണം ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ശേഷം ഈ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. ഞാനിവിടെ 1/2 കപ്പ് പയറാണ് കുതിർക്കാൻ വെച്ചത്. അപ്പോൾ നമുക്ക് ഇത് എത്രയാണെന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ 1/2 കപ്പ് കുതിർക്കുമ്പോൾ സാധാരണ 1.5 കപ്പാണ് കിട്ടാറ്. അപ്പോൾ 1 കപ്പ് അളന്നിട്ടുണ്ട്. എനിക്കിവിടെ 1.5 കപ്പ് പയറാണ് കുതിർത്തപ്പോൾ കിട്ടിയത്. ഇത് നമുക്ക് ആവശ്യം പച്ചരിയാണ്. അതും ഇതിൻ്റെ കൂടെ 3-4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പച്ചരിയാണ് കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുതിർത്ത് വന്നപ്പോൾ 1/2 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ കുതിർത്ത പയർ ഇതിലോട്ട് വാട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പച്ചരി കുതിർത്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അരപ്പ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് മാറ്റ മിക്സ് അരിച്ചൊഴിക്കാം. 1 സ്പൂൺ വെച്ച് ഇതുപോലെ ആക്കി ഇതിൻ്റെ ജ്യൂസ് എല്ലാം നമുക്ക് എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒഴിച്ചതുപോലെ അരിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി 1 സ്പൂൺ വെച്ച് നല്ലോണം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എല്ലാം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിക്കളയാം. നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. തീരെ വലിയ പീസാകാൻ പാടില്ല. ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കിസ്മിസ് ഇട്ട് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച പഴം കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴം ഒന്ന് നന്നായിട്ട് വാടി വരണം. ഈ പഴം അങ്ങ് വെന്ത് ഉടഞ്ഞു പോവേണ്ട കാര്യമില്ല. നമ്മൾ ഈ പലഹാരത്തിൽ ഈ പഴത്തിൻ്റെ പീസുകൾ അവിടെ ഇവിടെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് പഴുത്തു പോയ പഴം ഞാൻ എടുക്കാത്തത്. അപ്പോൾ നല്ല ഒരു പഴുത്ത പഴം എടുക്കാം. ഒരുപാട് അങ്ങ് പഴുത്ത് കറുത്ത് പോയ പഴത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പീസുകൾ അതിലൊക്കെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഈ പഴവും കപ്പലണ്ടിയും കിസ്മിസും ഒക്കെ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ പലഹാരത്തിന് കിട്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പഴം വാട്ടിയെടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് വാട്ടിയെടുത്താൽ മതിയാകും. ഇത്രയും മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പഴം വൈറ്റ് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഏത് പാത്രത്തിലാണോ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നല്ലോണം നെയ്യോ ഓയിലോ തേച്ച് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നെയ്യ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം.
ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഞാൻ പൊടിച്ചെടുക്കുകയാണ്. കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഇടികല്ല് വെച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ശർക്കര എങ്ങനെയാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. സംശയം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് കാണിച്ചിരുന്നത്. നമുക്ക് 1 കപ്പ് ശർക്കരയാണ് ആവശ്യം. അപ്പോൾ ഇടിച്ച് നോക്കി അളന്ന് നോക്കുക, 1 കപ്പ് ഉണ്ടോ എന്ന് അളന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോലുണ്ടല്ലോ, അത് വെച്ച് ഇതുപോലെ ഇടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അളന്ന് നോക്കാം. ഇതാ 1 കപ്പിൻ്റെ അളവാണ്. ഇതാ ഇതിലോട്ടിട്ട് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. അപ്പോൾ ആ പൊടിച്ചതിൽ നിന്നും 1 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1.25 കപ്പ് ശർക്കര എടുക്കാം. ഇത് മീഡിയം സൈസ് മധുരമാണ്. അപ്പോൾ ഇനി ഇത്രേ ആവശ്യമുള്ളൂ. പൊടിച്ചത് ബാക്കി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഉരുകി കിട്ടും. ഞാനിവിടെ പൊടിച്ച 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ശർക്കര ഉരുക്കി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കരയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ കറുത്ത ശർക്കരയാണെങ്കിൽ നമ്മളെ പലഹാരത്തിന് ഒരു നിറവും കിട്ടും, ടേസ്റ്റും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കറുത്ത ശർക്കര എടുത്തത്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര അതാ പെട്ടെന്ന് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓണാക്കാതെ തന്നെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് വേണം എടുക്കാൻ. ചൂടായിട്ട് ശർക്കര ഇങ്ങനെ അരിച്ചൊഴിക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇത് ഉരുകി പോകും. അപ്പോൾ അതാ ഇതെല്ലാം മാറ്റാം. അപ്പോൾ ഞാനിവിടെ ശർക്കര അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങാപ്പാൽ, നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൊത്തൊന്നും പാടില്ല, നല്ലോണം അരിച്ചെടുക്കുക. അതും ചേർത്ത് കൊടുത്തു. ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ചെറുപയറിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കലക്കി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം കലക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം കത്തിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കൈ വിടാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ പയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഫ്ലെയിം ഞാൻ കൂട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് തിളച്ച് കുറുകി വരുമ്പോൾ മാത്രമേ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളത് കൊണ്ടാണ് 1/2 സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമ്മുടെ ശർക്കരയിൽ ഉപ്പ് ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ 2 പിഞ്ച് ഉപ്പും കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില ശർക്കരയിൽ ഉപ്പ് കൂടുതലായിരിക്കും, അപ്പം നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഇനി കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം നമുക്ക് കുറുക്കി കൊടുക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ തിള വരുന്നുണ്ട്. കുറച്ച് മാറി നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ തീർക്കും. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലോണം കുറുകി വരാറായി. അപ്പോൾ നമുക്ക് മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുത്തത് 1 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വരെ ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് തന്നെ ചേർക്കണമെന്നില്ല, 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 1.25 കപ്പ് ശർക്കര എടുക്കുക. വെള്ളം അതുപോലെ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം മധുരം. അപ്പോൾ നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച പഴത്തിൻ്റെ മിക്സ് ഇതിലോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ കൈവിടാതെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഇല്ല, കിസ്മിസ് ഇല്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു പഴം ഇതുപോലെ നെയ്യിലൊന്ന് വാട്ടി ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ കരിഞ്ഞു പോകാം. അറിയാത്തവരാണെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് തടവി ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു വയ്ക്കാം. അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇതുപോലെ ഇളകി കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് തന്നെ ഇതുപോലെ വീണോളും. ഇനി നമുക്ക് സ്പൂണിൻ്റെ മറുവശത്ത് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ എല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഈ പലഹാരം 2-3 മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ മുറിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് പിടിയിച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിയിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇത് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അത് മാത്രമല്ല നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെയാണ് മുറിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇനി മറ്റേ ഭാഗത്തും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, പഴമെല്ലാം ഇതാകത്തിരിക്കുന്നത് കാണാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്ര നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചെറുപയറും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അകത്ത് പഴവും കപ്പലണ്ടിയൊക്കെ കണ്ടല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്